ഹെൽസിംഗിയിലെ ക്രിസ്മസ് വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്രിസ്മസ് ഓപ്പണിംഗ്, ക്രിസ്മസ് വിൻഡോ, ക്രിസ്മസ് ട്രക്ക്, ക്രിസ്മസ് മാർക്കറ്റ്, ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ആദ്യം ക്രിസ്മസ് ഓപ്പണിംഗ്. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഒഫീഷ്യൽ തുടക്കമാണ് ക്രിസ്മസ് ഓപ്പണിംഗ്. ഹെൽസിംഗി സിറ്റി സെന്ററിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് മാനർഹൈമിൻ തിയെ എന്ന് പറഞ്ഞ സ്ട്രീറ്റിലാണ്. ദൂരെ ട്രാം തീരുന്ന ഭാഗത്താണ് അലക്സാന്ദ്രിൻകാത്തു എന്ന് പറയുന്ന സ്ട്രീറ്റ്. അവിടെയൊക്കെ ക്രിസ്മസ് ലൈറ്റ്സ് തെളിയിക്കുക, പിന്നെ ക്രിസ്മസ് പരേഡ്, ഇതൊക്കെയാണ് ക്രിസ്മസ് ഓപ്പണിങ്ങിന്റെ പരിപാടി. പോലീസ് അകമ്പടിയായിട്ടാണ് പരേഡ്. പോലീസ് ഉദരയുടെ റീൻഡിയർ ക്യാപ്പാണ് പേര് രസം തോന്നി. ഈ ഗ്രൂപ്പിന്റെ ഫ്രണ്ടിൽ തന്നെ കറുത്ത കോട്ടിട്ടുള്ള ആളാണ് ഹെൽസിംഗി മേയർ. അദ്ദേഹമാണ് പരേഡ് ലീഡ് ചെയ്യുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്തേക്ക് സാധാരണ പരേഡ് വരാറില്ല കേട്ടോ. പക്ഷെ ഈ വർഷം പരേഡ് റൂട്ടൊന്ന് കുറച്ച് മാറ്റി പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണോന്ന് അറിയില്ല, ഞങ്ങൾക്ക് ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞപ്പോൾ വളരെ തിരക്ക് കുറവായിട്ട് തോന്നി. അങ്ങനെ ഫ്രണ്ട് റോയിൽ തന്നെ സ്ഥലവും കിട്ടി. ഹെൽസിംഗി സിറ്റിയിലെ പല സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ, ഡാൻസ് മ്യൂസിക് സ്കൂൾസിൽ നിന്നുള്ള കുട്ടികളും മുതിർന്നവരും, പല സംഘടനകളെ റെപ്രസെന്റ് ചെയ്യുന്നവരും, പല സ്ഥാപനങ്ങളുടെ സ്റ്റാഫും ഒക്കെയാണ് പരേഡിൽ സാധാരണ പങ്കെടുക്കുന്നത്. കൂട്ടത്തിൽ ചെറിയ കുട്ടികൾക്കാണ് പരേഡിൽ പങ്കെടുക്കാൻ ആവേശം എന്നാണ് നമുക്ക് കണ്ടപ്പോൾ തോന്നിയത്. പല ഡോഗ് ഓണേഴ്സ് സംഘടനകളും പങ്കെടുക്കുന്നുണ്ട്. അതാണ് പല ബ്രീഡ് ഓഫ് ഡോഗ്സിനെ പരേഡിൽ കാണുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഒരു ഡാൽമേഷ്യൻ ഗ്രൂപ്പിൽ പറഞ്ഞതിന്റെ പ്രത്യേകതയുണ്ട്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ക്രിസ്മസ് പരേഡ് ആകുമ്പോൾ സാന്റ ക്ലോസ് വേണമല്ലോ. ഒരു പഴയ റോൾസ് റോയ്സിൽ സാന്റയും കൂടി വന്നോട് കൂടിയിട്ട് പരേഡിന്റെ അവസാനമായി. ബാക്കി ലൈറ്റ് ഡെക്കറേഷനൊക്കെ വീഡിയോയിൽ പിന്നെ കാണിക്കാട്ടോ. മറ്റൊരു ട്രഡീഷനാണ് ഈ ക്രിസ്മസ് ട്രക്ക്. നിറച്ച് ലൈറ്റ്സ് ഇട്ടിട്ടുള്ള ഒരു വലിയ ട്രക്ക്. 14 LED ലൈറ്റ്സ് ഉണ്ടെന്നാണ് മനസ്സിലാക്കിയത്. കൊക്കക്കോള കമ്പനിയാണ് ഈ ട്രക്ക് ഫിൻലാൻഡിലെ വിവിധ സിറ്റികളിൽ കൊണ്ടുവരുന്നത്. കുറച്ചു നേരം ക്യൂ നിന്നിട്ടാണ് ഇവന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് കയറാൻ പറ്റിയത്. കയറുമ്പോൾ തന്നെ അവരൊരു കോക്ക് സീറോ തുറന്ന് അവിടെ തന്നത്. കുടിച്ചു തീർത്തിട്ട് നമ്മൾ നേരെ ട്രക്കിന്റെ മുമ്പിൽ പോയി ഫോട്ടോ എടുത്തു. വേറെ 2 ടെന്റും കൂടി ഉണ്ടായിരുന്നു. ഒരെണ്ണം ക്രിസ്മസ് ട്രീയിൽ പേരെഴുതി തൂക്കണ്ടായിരുന്നു. അതൊന്നും ആ ഏരിയക്ക് പോയില്ല. പിന്നെ ഒരെണ്ണം ഒരു ഫോർച്യൂൺ വീലായിരുന്നു. വീല് തിരിച്ചിട്ട് നിൽക്കാണ്ടായപ്പോൾ അവിടെ നിൽക്കണ ചേട്ടൻ തന്നെ അത് പിടിച്ചു നിർത്തി. പിന്നെ നമുക്ക് ഗുണമുള്ള 2 പൊസിഷനിൽ നിർത്തിയോണ്ട് 2 സമ്മാനം കിട്ടി. ട്രക്കിന്റെ ഉള്ളിൽ കയറാനൊന്നും പറ്റിയില്ല. കുറച്ചു നേരത്തേക്ക് ഒരു ഫൺ ആക്ടിവിറ്റി, അല്ലാണ്ട് വലിയ സംഭവം ആയിട്ട് തോന്നിയില്ല. ഇതാണ് ഹെൽസിംഗിയിലെ കൗപ്പത്തോറി. ഹെൽസിംഗിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മാർക്കറ്റ് സ്ക്വയർ ആണ് കൗപ്പത്തോറി. ആദ്യം പറഞ്ഞ ക്രിസ്മസ് മാർക്കറ്റ് ഇതല്ല കേട്ടോ. ഇത് ഡെയിലി മാർക്കറ്റ് നടക്കുന്ന സ്ഥലമാണ്. പക്ഷെ ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നാണ്. അങ്ങനെയൊന്നും കാണാത്തതുകൊണ്ട് നമ്മൾ നേരെ ക്രിസ്മസ് മാർക്കറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് വെച്ച് പിടിച്ചു. ഹെൽസിംഗി കത്തീഡ്രലിന് മുന്നിലാണ് ഈ ക്രിസ്മസ് മാർക്കറ്റ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിന് സെനറ്റ് സ്ക്വയർ എന്ന് പറയട്ടോ ഈ ഏരിയക്ക്. തുവോമൻ മാർക്കിനകത്ത് നിന്നാണ് ഈ ക്രിസ്മസ് മാർക്കറ്റിന്റെ ഒഫീഷ്യൽ പേര്. എല്ലാ കൊല്ലവും ഉണ്ടാവുന്ന മാർക്കറ്റാണ്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് സ്ഥിരം പോകുന്നുണ്ട്. ഇവിടെ ഉള്ളതൊക്കെ മെയ്ഡ് ഇൻ ഫിൻലൻഡ് ആണ്. ഹാൻഡ് മെയ്ഡ് സംഭവങ്ങളാണ് എല്ലാം. അകത്ത് കയറിയ സമയം പോണത് അറിയില്ല കേട്ടോ. ഓരോ സ്റ്റോളും നടന്നു കാണാൻ നല്ല രസമാണ്. എല്ലാ തണുപ്പുള്ള രാജ്യത്തും ഡീഫോൾട്ട് ആയിട്ട് കാണുന്ന ഒരു ഹാൻഡിക്രാഫ്റ്റ് ആണ് നിറ്റിങ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സ്റ്റോൾസ് ഉണ്ട്. അവിടെയൊക്കെ ഗ്ലൗസ്, സോക്സ്, തൊപ്പി, അങ്ങനെ പലതും കാണാം. ഈ വൂളിൽ തന്നെ അൽപ്പാക്ക വൂള്, ഷീപ്പ് വൂള്, അങ്ങനെ പല വെറൈറ്റി ഉണ്ട്. ഇവര് തന്നെ പാവകൾക്കുള്ള ഉടുപ്പ് വരെ ഉണ്ടാക്കുന്നുണ്ട് വൂള് കൊണ്ട്. വൂള് കൂടാണ്ട് ലെതറിന്റെ ഗ്ലൗസും തൊപ്പിയും ഒക്കെയുള്ള സ്റ്റോളുകളും ഉണ്ട്. ഗോപാലൻ ചേട്ടന്റെ മിഠായി കട കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അവര് ബിസി ആയതുകൊണ്ട് ഈ പേരിന് ഇന്ത്യൻ കണക്ഷൻ ഉണ്ടോ എന്ന് അവിടെ വെച്ച് ചോദിക്കാൻ പറ്റില്ല. പക്ഷെ അവരുടെ വെബ്സൈറ്റ് കണ്ടപ്പോൾ ഷോപ്പ് ഫിനിഷാറിന്റെ ആണെന്ന് മനസ്സിലായി. പക്ഷെ തീർച്ചയായിട്ടും ഒരു ഇന്ത്യൻ ഇൻസ്പിറേഷൻ ഈ പേരിന്റെ പിന്നിലുണ്ട് എന്നാണ് മനസ്സിലായത്. ഒരു തരത്തിൽ ആ കടയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് നടന്നപ്പോൾ ദേ പിന്നെയും മിഠായി കട. അവിടെ പെട്ടു. വാങ്ങിപ്പിച്ചോ അവൻ. കഴിഞ്ഞ വർഷം അവിടുന്ന് ഫഡ്ജ് വാങ്ങിയിട്ട് സൂപ്പർ ആയിരുന്നു എന്ന് അവന് നല്ല ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ മിഠായി തപ്പുന്ന നേരം കൊണ്ട് മോൻ മാക്സിമം സാമ്പിൾ അടിച്ചു കയറ്റി.
ഇതൊക്കെ പല ഷേപ്പിലുള്ള ഹാൻഡ് മെയ്ഡ് കാൻഡിൽസ് ആണ്. ക്രിസ്മസ് ട്രീ, പൈൻ കോൺ ഷേപ്പിലൊക്കെ ഉള്ള കാൻഡിൽസ് കൊള്ളാലോ എന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് ഒരു ക്യൂട്ട് സാന്റാക്ലോസിനെ കണ്ടത്. അടിപൊളിയായിട്ടില്ലേ ഇത്? ഒരു കടയിൽ ഫിനിഷ് കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ട് മരം കൊണ്ടുള്ള കുട്ടി സ്റ്റാച്യൂസ് കുറെ എണ്ണം നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോളാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയ സ്റ്റോളാണിത്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റത്തിലും ഒരു ജീവിയുടെ പടം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കട മുഴുവൻ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കണേന്ന് കണ്ടിട്ട് മനസ്സിലായോ? പ്ലാസ്റ്റിക് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്ത് നോക്കിയത്. പക്ഷെ അപ്പോഴാണ് മനസ്സിലായത് സംഭവം ഗ്ലാസ്സിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ ഡെക്കറേഷൻസും ഗ്ലാസ് കൊണ്ടാണ് അതിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് യൂഗിയേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഉക്രൈനിയൻ കമ്പനിയുടെ പ്രൊഡക്ട്സ് വിൽക്കുന്ന സ്റ്റാളാണ്. ഇതെല്ലാം നമുക്ക് ലെഗോ പോലെ സെൽഫ് അസംബിൾ ചെയ്യാൻ പറ്റുന്ന മെക്കാനിക്കൽ മോഡൽസ് ആണ്. വുഡാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ. മിക്കതും കീ കൊടുത്താൽ എന്തെങ്കിലും മൂവ്മെന്റ് ഉള്ള മോഡൽസ് ആണ്. ഈ ഫിനിഷ് ഹാൻഡിക്രാഫ്റ്റ്സിന്റെ ഇടയിൽ എന്താണ് ഒരു ഉക്രൈനിയൻ സംഭവം എന്ന് എനിക്കൊരു സംശയം തോന്നി. പിന്നെ ചിലപ്പോൾ യുദ്ധം നടക്കണോണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു മെയിൻ അട്രാക്ഷൻ കറൂസലാണ്. പ്രധാനമായിട്ടും കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ്, പക്ഷെ ആർക്കും കയറാം. ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളാണ് പിന്നെ ഒരു ഷോപ്പിൽ കണ്ടത്. കുറച്ചു നേരം നിന്നാല് ലൈവായിട്ട് പലതും ഉണ്ടാക്കുന്നത് അവിടെ കാണാൻ പറ്റും. സംഭവം ഇരുമ്പാണെങ്കിലും ഒരു ലോക്കറ്റ് എടുത്ത് നോക്കിയപ്പോൾ വലിയ വെയിറ്റ് ഒന്നും തോന്നിയില്ല. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? ഇവിടെ ഉള്ളതിൽ ഏറ്റവും ഉപകാരമുള്ള സംഭവം ഇതാന്ന് തോന്നുന്നു. ഇതുപോലെ തന്നെ ഒരു ഗ്ലാസ് ക്രാഫ്റ്റിംഗ് സ്റ്റോറും ഇവിടെ ഉണ്ട്. പലതരം ഗ്ലാസ് കൊണ്ടുള്ള സാധനങ്ങൾ അവരവിടെ ലൈവായിട്ട് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്, വിൽക്കുന്നുണ്ട്, ആളുകൾ വന്ന് മേടിക്കുന്നുമുണ്ട്. കറങ്ങി നടന്ന് അധികം വൈകാതെ ഇരുട്ടായി. ഇവിടുന്ന് തൊട്ടടുത്താണ് വീഡിയോയിൽ ആദ്യം പറഞ്ഞ അലക്സാന്ദ്രിൻ കാത്തും ക്രിസ്മസ് വിൻഡോ ഒക്കെ. അപ്പൊ ക്രിസ്മസ് മാർക്കറ്റിൽ നിന്നൊരു ബ്രേക്ക് എടുത്തിട്ട് അത് കാണാൻ പോയി. ഹെൽസിങ്കിയിലെ ഫേമസ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറാണ് സ്റ്റോക്ക്മാൻ. അവിടുത്തെ സ്റ്റോറിന്റെ വിൻഡോ നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് ഇവർ ഈ ക്രിസ്മസ് വിൻഡോ എന്ന് വിളിക്കുന്നത്. എല്ലാ കൊല്ലം വിൻഡോയുടെ തീം വ്യത്യാസമാണ്. എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി കണ്ടുപിടിക്കാൻ ഭയങ്കര രസമാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടാവും. വെറുതെ സീനറി പ്രതിമകളും മാത്രമുള്ള സ്റ്റിൽ സീൻ അല്ല കേട്ടാ. ഇതിൽ മൃഗങ്ങൾ അനങ്ങും, കിളികളും ഏഞ്ചൽസ് ഒക്കെ പറക്കും. അങ്ങനെ ടെക്നോളജിയുടെ സഹായത്തോടെയുള്ള മോഡേൺ വിൻഡോ ആണ് ഈ ക്രിസ്മസ് വിൻഡോ. ഇപ്പൊ നമ്മൾ വീണ്ടും മാനർഹൈമിൻ തിയയിൽ എത്തി. നമ്മൾ ആദ്യം ക്രിസ്മസ് പരേഡ് കണ്ട ആ സ്ട്രീറ്റ് ആക്ച്വലി മാനർഹൈമിൻ തിയയുടെയും അലക്സാന്ദ്രിൻ കാത്തുവിന്റെയും ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അലക്സാന്ദ്രിൻ കാത്തൂലാണ് ഫിൻലൻഡിലെ ഒഫീഷ്യൽ ക്രിസ്മസ് സ്ട്രീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. മെയിൻ സ്ട്രീറ്റും ഇടവഴികളും ഒക്കെ ലൈറ്റ് ഇട്ട് ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അലക്സാണ്ടർ ഒന്നാമൻ റഷ്യൻ ചക്രവർത്തിയായിരുന്നു. മാത്രമല്ല ഗ്രാൻഡ് ഡ്യൂക്ക് ഓഫ് ഫിൻലൻഡ് കൂടിയായിരുന്നു. അലക്സാണ്ടർ ഒന്നാമന്റെ പേരിലാണ് അലക്സാന്ദ്രിൻ കാത്തു. ഗ്രാൻഡ് ഡ്യൂക്ക് ഓഫ് ഫിൻലാൻഡ് എന്ന് പറഞ്ഞാൽ പണ്ട് ഫിൻലാൻഡ് സ്വീഡന്റെയും റഷ്യയുടെയും ഒക്കെ കീഴിലായിരുന്നപ്പോൾ അവിടുത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു ടൈറ്റിലാണ്. വീഡിയോയിൽ നേരത്തെ കാണിച്ച സെനറ്റ് സ്ക്വയറിൽ ഒരു സ്റ്റാച്ചു ചിലപ്പോൾ ശ്രദ്ധിച്ചു കാണും. അത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ പ്രതിമയാണ്. പക്ഷെ അലക്സാണ്ടർ രണ്ടാമന്റെ ആണെന്ന് മാത്രം. ക്രിസ്മസ് വിൻഡോ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും സ്റ്റോക്ക്മാൻ സ്റ്റോറിന്റെ വിൻഡോ ആണെങ്കിലും ഇപ്പൊ കുറച്ചു കാലമായിട്ട് മറ്റ് സ്റ്റോറുകളും അവരുടെ വിൻഡോ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും സ്റ്റോക്ക്മാന്റെ വിൻഡോന്റെ അത്രയൊന്നും വരില്ല കേട്ടോ അട്രാക്ഷൻ. ലൈറ്റുകളും മറ്റ് കടകളുടെ വിൻഡോകളും കണ്ട് ഞങ്ങൾ കുറച്ചു ദൂരം നടന്നു. കഴിഞ്ഞ കൊല്ലം കണ്ട ലൈറ്റുകൾ കൊണ്ടുള്ള കരടിക്കുട്ടി ഈ കൊല്ലം അവിടെ തന്നെ ഉണ്ട്. അതിന് അടുത്തോ അല്ലെങ്കിലും മോചനം കിട്ടുമോ? അങ്ങനെ നടന്ന് ഞങ്ങൾ വീണ്ടും തുവാമൻ മാർക്കറ്റിലെത്തി. ബാക്കി കാണാനുണ്ടായിരുന്ന സ്റ്റാളുകൾ കാണാൻ നടന്നു. ഇത് കണ്ടോ, യൂറോയ്ക്ക് മുന്നേ ഉപയോഗിച്ചിരുന്ന ഫിന്നിഷ് മാർക്ക് കോയിൻസ് ഉപയോഗിച്ചുണ്ടാക്കിയ കീ ചെയിൻസ് ആണ്. ഇത് നമ്മൾ നേരത്തെ ഇരുമ്പ് കടയിൽ കണ്ട സംഭവം. ഇത് തടി കൊണ്ടുള്ളതാണെന്ന് മാത്രം. പിന്നെ നിറച്ച് ഉപ്പിലിട്ടതും വൈനുകളും ജാമുകളും പല ബെറി കൊണ്ടുള്ള ജ്യൂസുകളും ഉണക്കിയതും സ്മോക്ഡും ആയ മീറ്റ് ആൻഡ് ഫിഷ് പ്രൊഡക്ട്സിന്റെ പല പല സ്റ്റോളുകൾ കണ്ടു.
ഇത് ഗ്ലോഗി സ്പൈസ്ഡ് വൈൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. വിന്റർ സമയത്ത് കിട്ടുന്ന ഒരു ഡ്രിങ്ക് ആണ്. ഈ വെച്ചിരിക്കുന്നത് നോൺ ആൽക്കഹോളിക് ഗ്ലോഗി ആണ് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മറ്റൊരു സ്റ്റോളാണിത്. റിയൽ ഫ്ലവർ ജ്വല്ലറി എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ട് ചോദിച്ചു. സമ്മർ സമയത്ത് ഉണ്ടാവുന്ന പൂവുകൾ ഉണക്കിയെടുത്ത് ഇങ്ങനെ ലോക്കറ്റിനുള്ളിലാക്കിയിരിക്കുന്നതാണ്. നല്ല ഭംഗിയില്ലേ? ഇപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ നേരത്തെ ക്രിസ്മസ് പരേഡിൽ ഒരു ഡാൽമേഷൻ ഗ്രൂപ്പിനെ കാണിച്ചിട്ട് അതിന് എന്താണ് സ്പെഷ്യൽ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. മനസ്സിലായോ എന്താന്ന്? അതിൽ ഒരെണ്ണം ഡാൽമേഷൻ കോട്ടിട്ട പട്ടിക്കുട്ടിയാണ്. അത് ഒറിജിനൽ ഡാൽമേഷൻ അല്ലായിരുന്നു. മനസ്സിലായിട്ടുണ്ടായിരുന്നോ? അങ്ങനെ നടന്ന് റെസ്റ്റോറൻറ്റുകളുടെ ഭാഗത്തെത്തി. വെൽക്കം ചെയ്യാൻ രണ്ടുപേര് നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ പേരും കഴുത്തിൽ നോക്കിയിട്ട്. നമ്മുടെ ആനകളുടെ കഴുത്തിൽ നെയിം പ്ലേറ്റ് പോലെ ഇല്ലേ? ഫിൻലൻഡിൽ മെയിൻ ആയിട്ട് ക്രിസ്മസ് സമയത്ത് ഇടുന്ന യോളു പൂറോ, അതായത് ക്രിസ്മസ് പുഡിങ്, പിന്നെ റീസി പീറക്ക, ഗ്ലോഗി, അങ്ങനെ പല പല ഫുഡ് ഐറ്റംസ്. എല്ലാത്തിനും മുന്നിലും നല്ല വരി, ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലങ്ങളും ഫുള്ളായിരുന്നു. തിക്കിനും തിരക്കിൻ്റെ ഇടയിൽ നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴത്തേക്കും നല്ല തണുപ്പായി ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് കറക്കം അവസാനിപ്പിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ് കാഴ്ചകൾ? ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മാക്സിമം ഇൻട്രസ്റ്റിംഗ് ആക്കാൻ നോക്കാം കേട്ടോ.